ഹായ് ഫ്രണ്ട്സ്, പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. അങ്ങനെ ഹരിനെ വിളിച്ച് രാജീവിനെ റൂമിലേക്ക് ചേർന്നുമ്പോൾ അങ്ങനെ പതുക്കനെ ഹരി പേടിച്ച് ചേരാനായിട്ട് ചോദിക്കുക, എന്താ നിങ്ങളെ എന്താ കൊച്ചാ ഇടിക്കാനെങ്ങാനാണോ ചോദിക്കുക. ഇടിക്കാനോ? നീ അതിനെന്താ വല്ല തെറ്റ് ചെയ്തിട്ട്? അല്ല, കുരുത്തക്കേട് കുറച്ചുള്ളത് കൊണ്ട് എന്ന് പറയണേ. അപ്പോൾ രാജീവ് പറ, അതൊന്നുമല്ല, നിന്നോട് കുറച്ച് കാര്യങ്ങൾ പറഞ്ഞ് മനസ്സിലാക്കാൻ വേണ്ടിയിട്ടാണ്. നമ്മളിനി കടപ്പാട്ടൂരുകാരുമായിട്ട് ഒരു പ്രശ്നവും ഇല്ല കേട്ടാന്ന് പറയട്ടോ. അങ്ങനെ എന്തേ പറയുന്നത്? അപ്പോഴേക്കും ശിവൻ അങ്ങോട്ട് വരാണ് കേട്ടോ. എന്തു പറയാൻ, പറഞ്ഞത് തന്നെ മനസ്സിലായില്ലേ നിനക്ക് ചോദിക്കാൻ കേട്ടോ. അല്ല, ഇന്നലെ നിങ്ങൾ പേരും പറഞ്ഞതൊക്കെ വേറെയാണല്ലോ എന്ന് പറയട്ടെ. എന്ത് പറഞ്ഞത്? അല്ല, നിങ്ങൾ ഇന്നലെ അലീനനെ തട്ടിക്കൊണ്ടൊക്കെ പോയിട്ട് എന്നൊക്കെ പറയട്ടോ. തട്ടിക്കൊണ്ടുപോയേ നിന്നോട് ആര് പറഞ്ഞു എന്ന് ചോദിക്കാൻ കേട്ടോ. അതൊക്കെ നമ്മൾ അറിയും എന്ന് പറയാൻ കേട്ടോ. ഹരി അറിഞ്ഞിട്ടുണ്ട് തട്ടിക്കൊണ്ടുപോയതൊക്കെ. അപ്പോൾ പറയുന്നുണ്ട്, നീ അതിനെക്കുറിച്ചൊന്നും ആലോചിക്കേണ്ട, നീ ആ പ്രശ്നങ്ങളൊന്നും തലയിടാൻ വേണ്ടെന്ന് പറയാം കേട്ടോ. നിന്നോട് കുറച്ച് കാര്യങ്ങൾ പറഞ്ഞ് മനസ്സിലാക്കാൻ വേണ്ടിയിട്ട് മാത്രമാണ് നിന്നെ ഇങ്ങോട്ട് വിളിപ്പിച്ചതെന്ന് പറയണേ. അപ്പോഴേക്കും ഗംഗാധരൻ വരാൻ കേട്ടോ. അതേ ഗംഗേട്ടാ, ഇവനോട് പറയാനുള്ള കാര്യങ്ങൾ പറഞ്ഞേ എന്ന് പറയണേ. അപ്പോൾ ഗംഗാധരൻ വന്നിട്ട് പറയാണ്, ഹരി, ഇനി നമ്മൾ ബാലേന്ദ്രൻ്റെ വീട്ടുകാരുമായിട്ട് യാതൊരുവിധ പ്രശ്നവുമില്ല. മാത്രമല്ല, അലീനയോട് മോശമായിട്ട് പെരുമാറാനോ അലീനയെക്കുറിച്ച് മോശമായിട്ട് ചിന്തിക്കാനോ പാടില്ല. നല്ല സ്നേഹത്തോടെ ബഹുമാനത്തോടെയും ആ വീട്ടിലുള്ള ഒരാളെ പോലെ പെരുമാറണം എന്നൊക്കെ പറയുകയാണ്. ഇത് കേട്ടിട്ട് ഹരിക്ക് ദേഷ്യം. നിങ്ങൾ എന്തൊക്കെ പറയുന്നത്? ഇതുവരെ എന്തൊക്കെയായിരുന്നു? മലപ്പുറം കത്തി, മെഷീൻ ഗണ്ണ്, ഇപ്പം എല്ലാം പോയോ? ഒരു ദിവസം കൊണ്ട് അല്ലാതെ ഇല്ലാതായോ എന്നൊക്കെ ചോദിക്കാൻ കേട്ടോ. അപ്പോൾ രാജീവ് പറടാ, നിൻ്റെ പണി എന്താ? പഠിക്കണം, എവിടെയെങ്കിലും ഒന്ന് എത്തിച്ചേരണം, അതിനല്ലേ നിന്നെ പഠിപ്പിക്കുന്നത്. അപ്പോൾ ആ കാര്യത്തെക്കുറിച്ച് മാത്രം ആലോചിച്ചാൽ മതി എന്ന് പറയണം. അപ്പോൾ ഓ ശരി എന്ന് പറഞ്ഞിട്ട് ഹരി അങ്ങോട്ട് താഴത്തേക്ക് പോരുകയാണേ. എന്നിട്ട് വന്നിട്ട് നേരെ കമലിനോട് വിവരങ്ങളൊക്കെ പറയാൻ കേട്ടോ. എന്ത് അങ്ങനെ പറഞ്ഞോ? ആ, ഇനി അലീനനെ പെങ്ങളായിട്ട് കാണണമെന്ന് അങ്ങനെയാണ് പറഞ്ഞിരിക്കുന്നതെന്ന് പറയാം കേട്ടോ. ഓ പിന്നെ പെങ്ങളായിട്ട്, അപ്പോൾ ബാലേന്ദ്രനായിട്ടുള്ള എല്ലാ പ്രശ്നങ്ങളും തീർന്നാണ് പറയുന്നത്. അങ്ങനെയൊക്കെ പറഞ്ഞു. കമലയ്ക്ക് വിശ്വാസം വരുന്നില്ല കേട്ടോ. അപ്പോൾ പറയുന്നുണ്ട്, അങ്ങനെയാണെന്നുണ്ടെങ്കിൽ ഇത് ഹരിനെയും ബബിനെയും കൂടിയിട്ട് അങ്ങോട്ട് കൊണ്ടുവന്നാക്കിക്കൂടെ? ഏയ് അത് വേണ്ട. അതെന്താ എന്ന് ചോദിക്കാൻ കേട്ടോ ഹരിയോട്. അല്ല, അവർ പോയി കഴിഞ്ഞാൽ പിന്നെ ഞാനിവിടെ ഒറ്റയ്ക്കാവില്ലേ? ഗൾഫിലേക്ക് ഫ്ലൈറ്റ് പിടിച്ച് വന്നവരൊക്കെ ഇപ്പോൾ ഇന്നോ നാളെയോ ആയിട്ട് പോകും. അപ്പോൾ ഞാൻ ഒറ്റയ്ക്കാവില്ലേ? എനിക്കൊരു കൂട്ട് വേണ്ടേ? ഓ, ആ ബബിത എപ്പോഴും ഫോണില്ല, എനിക്കതങ്ങ് സഹിക്കാൻ പറ്റുന്നില്ല എന്ന് പറയാൻ കേട്ടോ. അപ്പോൾ രഞ്ജു ഏതുവരെ ഫോണിൽ തന്നെയല്ലേ? അതോ എന്ന് ചോദിക്കാൻ കേട്ടോ ഹരി. അപ്പോൾ കമലയ്ക്ക് ഒന്നും മിണ്ടാൻ പറ്റുന്നില്ല കേട്ടോ. അപ്പോൾ ഹരി പറയും, അമ്മ എന്തായാലും അച്ഛനോട് ഈ കാര്യത്തെക്കുറിച്ചൊന്ന് ചോദിക്കുക. എന്താ പെട്ടെന്ന് ഇങ്ങനെ ഒരു മനംമാറ്റം ഉണ്ടാവാൻ കാരണം? അമ്മയ്ക്ക് അച്ഛനോട് ചോദിക്കാനുള്ള റൈറ്റ്സ് ഉണ്ടല്ലോ എന്ന് പറയാം കേട്ടോ. ആ അതുണ്ട് എന്ന് പറയും. അപ്പോൾ അമ്മ അച്ഛനോട് പോയിട്ട് ചോദിക്കുക എന്താണ് സംഭവിച്ചതെന്നുള്ളത് എന്ന് പറയട്ടോ. അങ്ങനെ കമല ശിവൻ്റെ അടുത്തേക്ക് പോവുകയാണേ. ഈ സമയത്ത് ഗംഗാധരൻ കാണാൻ കേട്ടോ. ഗംഗാധരൻ്റെ കാര്യങ്ങൾ മനസ്സിലാവുകയാണേ. അപ്പോൾ ഗംഗാധരൻ അവിടെ നിൽക്കും, പുറത്തേക്ക് പോകില്ല. അപ്പോഴേക്കും അകത്തേക്ക് വന്നിട്ട് ശിവേട്ടാ എന്ന് പറയും, വിളിക്കാൻ കേട്ടോ. എന്താ നോക്കി കേട്ടോ. അല്ല, നിങ്ങൾ ഹരിയോട് പറഞ്ഞെന്ന് പറഞ്ഞ് ഇനി ബാലേന്ദ്രൻ്റെ വീട്ടുകാരുമായിട്ട് യാതൊരുവിധ പ്രശ്നങ്ങളൊന്നും ഇല്ലയെന്ന് പറയാൻ കേട്ടോ. അപ്പോൾ ആ അങ്ങനെ പറഞ്ഞു എന്ന് പറയും. എന്താ ഇപ്പോൾ അങ്ങനെ ഉണ്ടാവാൻ കാരണം ചോദിക്കാൻ കേട്ടോ. അതൊക്കെ അങ്ങനെ സംഭവിച്ചു. ഇന്നലെ രാത്രി എന്താ സംഭവിച്ചത് എന്ന് ചോദിക്കും. ഇന്നലെ രാത്രി എന്ത് സംഭവിക്കാനുള്ളത്? എന്താ സംഭവിക്കാനുള്ളതെന്ന് വെച്ചാൽ അതൊക്കെ സംഭവിച്ചു, അത്രയും തന്നെ എന്ന് പറയും കേട്ടോ ശിവൻ. അപ്പോൾ രാജീവൻ പറയുന്നു, കമലെടുത്തി അതെ, ഇനിയിപ്പോൾ നമ്മൾ വെറുതെ ആയിട്ട് ഒരു പ്രശ്നങ്ങൾ ഉണ്ടാക്കണ്ടെന്ന് പറയാം കേട്ടോ. അന്നേരം കമല പറയാൻ, എനിക്കങ്ങനെ പറ്റൂല എന്ന് പറഞ്ഞിട്ട്. എന്തേ? ഞാൻ ഒരാളെ വെറുത്ത് കഴിഞ്ഞാൽ പിന്നെ എനിക്ക് അയാളോട് സ്നേഹം ഉണ്ടാവില്ല, വെറുപ്പ് തന്നെയായിരിക്കും എന്ന് പറയാം കേട്ടോ. ആണോ? ആരെ ഇപ്പം നീ വെറുത്തത് എന്ന് ശിവൻ ചോദിക്കാനുണ്ട്. അപ്പോൾ അലീനനെയും ബാലേന്ദ്രനെയും ആണോ? എന്നാൽ നീ കുറച്ചും കൂടെ വെറുക്കാൻ പറ്റാവുന്നിടത്തോളം വെറുത്തോ എന്ന് ശിവൻ പറയുകയാണേ. അപ്പോൾ ദേഷ്യത്തോടുകൂടി കമല നിൽക്കുമ്പോൾ രാജീവ് വന്ന് പറയും, അതെ കമലെടുത്തി, എല്ലാവരും കൂടി തമ്മിലടിച്ച് തീരണം എന്നാണോ കമലെടുത്ത് വിചാരിക്കുന്നത്? അതോ സമാധാനത്തോടു കൂടി പോകണം എന്നാണോ കമലെടുത്ത് വിചാരിക്കുന്നതെന്ന് ചോദിക്കുകയാണ്. അപ്പോൾ കമല ദേഷ്യത്തോടുകൂടി ശിവൻ്റെ അടുത്ത് വന്നിട്ട് പറയാം കേട്ടോ, ഇതൊന്നും ഞാൻ വിട്ടു തരില്ല, ഇതൊന്നും ഞാൻ സമ്മതിച്ചു തരാൻ പോകുന്നില്ല, നീ സമ്മതിക്കേണ്ട എന്ന് ശിവൻ പറയാം കേട്ടോ. ഉഫ്, എൻ്റെ ദൈവമേ, ഞാൻ എന്തൊക്കെയാണ് കേൾക്കുന്നത്? എന്ത് ചെയ്യാനാ? ഇതെൻ്റെ യോഗമാണ്, ഇതെൻ്റെ വിധിയാണ് എന്ന് പറയട്ടോ. അലീനൻ ഇനി അവിടെ നിർത്താനാണോ തീരുമാനിച്ചിരിക്കുന്നതെന്ന് ചോദിക്കാൻ കേട്ടോ. പിന്നെ അവിടെ എത്ര നാൾ നിൽക്കും? കല്യാണം കഴിപ്പിച്ചു വിടണ്ടേ? ആഹാ, കല്യാണമൊക്കെ കഴിപ്പിച്ചു വിടണമെന്നാണ് തീരുമാനിച്ചിരിക്കുന്നത്. എന്നാൽ പിന്നെ ഒരു കാര്യം ചെയ്യും, സ്വന്തം മോനെ തന്നെ കല്യാണം കഴിച്ചു കൊടുക്കുമെന്ന് പറയട്ടോ. അതിന് എനിക്ക് സമ്മതക്കുറവൊന്നുമില്ല, ബാലേന്ദ്രൻ അലീനെ സമ്മതിക്കുമെന്നാണ്. ദൈവമേ, എന്തൊക്കെ പറയുന്നത്? എവിടെയോ കിടന്നിരുന്ന് നമ്മൾ പിഴച്ച് പ്രസവിച്ച് ആ പെണ്ണിനെ നമ്മുടെ മനു കെട്ടേ എന്ന് ചോദിക്കുകയാണ് കേട്ടോ. ഇത് ഞാൻ സമ്മതിക്കില്ല, മനു എങ്ങാനും അവളെ കെട്ടിയിട്ടുണ്ടെങ്കിൽ അന്ന് ഞാൻ സൂയിസൈഡ് ചെയ്യും എന്ന് പറയും.
അപ്പോൾ കമലടുത്തേക്ക് ഇപ്പം എന്താ വേണ്ടത് എന്ന് ചോദിക്കാൻ കേട്ടോ രാജീവൻ. ഇത് ഞാൻ സമ്മതിച്ച് തരൂല, ഇത് ഞാൻ അനുവദിച്ച് തരില്ല, ഇത് തന്നെ പറഞ്ഞുകൊണ്ടിരിക്കുകയാണ് കേട്ടോ കമലയ്ക്ക് ദേഷ്യം വന്നിട്ട്. ലാസ്റ്റ് കമൽ പറയണം, അതേ എനിക്ക് സഹിക്കാൻ പറ്റുന്നില്ല എന്ന് പറയുമ്പോഴേക്കും ഗംഗാധരൻ വരികയാണ് കേട്ടോ. കമലയ്ക്ക് എന്തപ്പോൾ വേണ്ടതെന്ന് പറയാൻ കേട്ടോ. അതെ, ചൂലിനടിക്കൊണ്ടത് ഞാനിത് സഹിക്കൂല എന്ന് പറയാൻ കേട്ടോ. എന്നെ ചൂലിനടിച്ചിറക്കി എന്ന് പറയും. അപ്പോൾ ഗംഗാധരൻ പറയും, എന്തുകൊണ്ടാണ് നിന്നെ ചൂലിനടിച്ചിറക്കിയത്? കണ്ണി കണ്ട ആൾക്കാരുടെ വീട്ടിൽ ചെന്നിങ്ങോട്ട് അവിടെ ഉണ്ടായിരുന്ന പെണ്ണിനെ പിടിച്ച് വലിച്ച് വണ്ടി കയറ്റിയിട്ട് ബസ് സ്റ്റോപ്പിൽ കൊണ്ടുവന്നിട്ടല്ലേ ബാലേന്ദ്രൻ ആയതുകൊണ്ട് ചൂലിനടിച്ചിറക്കി, ഞാനാണെന്നുണ്ടെങ്കിലേ ചൂരലെടുത്ത് അടിക്കും എന്ന് പറയാനിട്ട്. അപ്പോഴേക്കും ഗംഗാധരൻ്റെ അടുത്തുനിന്ന് ശിവൻ്റെ അടുത്ത് ചെന്നിട്ട്, ശിവേട്ടാ പറയുന്നത് കേട്ടില്ലേ, എന്നെ ചൂരലെടുത്ത് ഗംഗേട്ടനെ അടിക്കുന്നു, അതിനിപ്പോൾ ഞാനെന്താ വേണ്ടത്? ഗംഗേട്ടൻ 2 അടി കൊടുക്കണോ എന്ന് ശിവൻ ചോദിക്കാൻ കേട്ടോ. അപ്പം ഇതെൻ്റെ യോഗമാണ്, ഇതെൻ്റെ വിധിയാണ്, ആണുങ്ങളില്ലാത്ത വീട്ടിലേക്ക് വന്ന് കയറിപ്പോയി എന്ന് പറയാൻ കേട്ടോ. അപ്പോൾ ഏത് വീടാടി ആണുങ്ങളില്ലാത്ത വീട് എന്ന് ചോദിക്കാൻ കേട്ടോ. ഈ വീട് തന്നെ എന്ന് പറയാം. അപ്പം ഞങ്ങളാണുങ്ങളല്ലേ എടി, നീ 3 പ്രസവിച്ചില്ലേ, അപ്പോൾ അതാരെ കുഞ്ഞാന്ന് ചോദിക്കട്ടോ. അതിന് മറുപടി നീ ഇപ്പം പറയണമെന്ന് പറയും കേട്ടോ. അത് നിങ്ങളുടെ കുഞ്ഞുങ്ങൾ തന്നെ ആണല്ലേ. അപ്പം രാമപുരത്തെ ശിവശങ്കരനല്ലല്ലോ, ഇവിടുത്തെ ആളുടെ മോനല്ലേ എന്നൊക്കെ ചോദിക്കും. ഇവിടുത്തെ ശിവൻ്റെ മോനല്ലേ എന്ന് ചോദിക്കട്ടോ. അതെ. അപ്പം ഈ ആവശ്യമില്ലാത്ത കാര്യങ്ങൾ പറയണ്ട കേട്ടോ. ആണാണോ എന്ന് ചോദിക്കാൻ കേട്ടോ. അതെ, ശിവേട്ടൻ ആണാണെന്ന് പറഞ്ഞിട്ട്. എന്നിട്ട് ശിവൻ ഇങ്ങനെ അടിക്കാനായിട്ട് പോകുന്നു. ഒറ്റ അടി നിന്നെ അടിച്ചിട്ടുണ്ടല്ലോ, എന്നിട്ട് സാമർത്ഥ്യം കുറയ്ക്കുന്നൊക്കെ പറഞ്ഞിട്ട് ദേഷ്യപ്പെടുമ്പോൾ കമല അവിടെ നിന്ന് നാണം കേട്ട് ഇറങ്ങിപ്പോകാനേ. പിന്നെ കാണിക്കുന്നത് മുത്തശ്ശി ഇങ്ങനെ എഴുന്നേറ്റ് നടക്കാൻ നോക്കുന്ന സമയത്ത് ഗംഗാധരൻ അവിടേക്ക് വരികയാണ്. അമ്മ എന്തിനാണ് ഇങ്ങനെ ആവശ്യമില്ലാത്ത പണിക്കൊക്കെ നിൽക്കുന്നത്? വെറുതെ വീഴാൻ നിൽക്കണ്ട, ഞാൻ 2 അടി നടക്കാൻ നോക്കിയതാണ് മോനെ, പക്ഷേ കൈ സഹായം ഇല്ലാണ്ട് നടക്കാൻ പറ്റൂല എന്ന് പറയണ്ട. നിന്നെ ഇന്നലെ ഒരു മിന്നായം പോലെ കണ്ടതാണല്ലോ, പിന്നെ നീ എവിടെയായിരുന്നു? ഇവിടെ എന്തൊക്കെയോ പ്രശ്നങ്ങൾ നടക്കുന്നുണ്ടെന്ന് പറഞ്ഞല്ലോ, അലീനെ കാണാനില്ലെന്നോ ആരോ കൊണ്ടുപോയെന്നോ എന്നൊക്കെ പറയാൻ കേട്ടോ. അതാ രാജീവനും ശിവനും കൂടെ ചെയ്ത പണിയാണെന്ന് പറയട്ടോ. രാജീവനും ശിവനും അലീനെ തട്ടിക്കൊണ്ടുപോകാനോ? അതേ അമ്മയെന്ന് പറയട്ടോ. ദൈവമേ, ഇവരെന്തൊക്കെ കാണിച്ചു കൂട്ടുന്നത്? എന്നിട്ട് അവർ 2 പേരാണ് അത് ചെയ്തത്. അവർ നേരിട്ടല്ല, വേറെ കുറച്ച് ആൾക്കാരെ വെച്ചിട്ട് അവനെ തട്ടിക്കൊണ്ട് പോയിട്ട് മേലുകാവിനടുത്തുള്ളൊരു വീട്ടിൽ കെട്ടിയിട്ടിരിക്കുകയായിരുന്നു എന്ന് അറിയണം കേട്ടോ. ദൈവമേ, ഇനിയിപ്പോൾ എന്ത് ചെയ്യും? ഇതൊക്കെയാണല്ലോ ഇങ്ങനെ നടക്കുന്നത്. എന്നിട്ട് എന്താ ചെയ്യാൻ, ബാലേന്ദ്രൻ കേസ് കൊടുത്തു, പോലീസ് ഇടപെട്ടു. ഞാനും എല്ലാവരും പോലീസുകാരും ബാലേന്ദ്രൻ്റെ ഒക്കെ കൂടെ ചെന്ന് ആ വീട്ടിൽ നിന്ന് അലീനയെ രക്ഷപ്പെടുത്തി എന്ന് പറയാൻ കേട്ടോ. എനിക്ക് വയ്യ, ഇവരെന്തൊക്കെ കാണിച്ചു കൂട്ടും, എന്തിനിവരിങ്ങനെയൊക്കെ കാണിച്ചു കൂട്ടുന്നത് എന്ന് പറയാം കേട്ടോ. ഞാൻ വന്നതുകൊണ്ടാണ് ഇപ്പോൾ തൽക്കാലം ജയിലിലാവാതെ രക്ഷപ്പെട്ടത്, അല്ലെങ്കിൽ 2 പേരും ഇപ്പോൾ റിമാൻഡിലായേനെ. എനിക്ക് ആലോചിക്കാനും കൂടെ വയ്യ. മോനെ, നീ ഒരു കാര്യം ചെയ്യ്, നീ പോകുന്നതിനുള്ളിൽ ആ വൈദ്യരുടെ കാര്യത്തിൽ എന്തെങ്കിലും ഒരു തീരുമാനം ഉണ്ടാക്കുക. പാവല്ലേടാ അവള് എന്ന് ചോദിക്കാൻ കേട്ടോ. പാവോ? അവളാണോ പാവം എന്ന് ചോദിക്കാൻ കേട്ടോ. അപ്പോൾ പെട്ടെന്ന് മുത്തശ്ശി, അല്ല എന്നാലും മോനെ ബാലേന്ദ്രൻ ഇങ്ങനെ ഒരു ചതി ചെയ്തല്ലോ എന്ന് പറയട്ടെ. എന്ത് ചതി? ബാലേന്ദ്രൻ എന്ത് ചതിയാണ് ചെയ്തത്? എന്നാൽ എവിടെയോ കിടന്ന ഒരു പെണ്ണിനുണ്ടായ കൊച്ചിനെ കൊണ്ടുവന്ന് അവൻ്റെ മോളാണെന്ന് പറഞ്ഞിട്ട് അവളെ മുന്നിൽ കൊണ്ടുവന്ന് നിർത്തിയില്ലേന്ന് ചോദിക്കുകയാണ് കേട്ടോ. അപ്പോൾ വൈജയന്തി തെറ്റൊന്നും ചെയ്തിട്ടില്ലേ? അപ്പോൾ പെട്ടെന്ന് മുത്തശ്ശി ഒന്നും പറയാതെ കൂട്ടാ. പറയമ്മേ, വൈജയ തെറ്റൊന്നും ചെയ്തിട്ടില്ലേ? അല്ല, അത് പിന്നെ അവളത് ആരോടും പറഞ്ഞിട്ടില്ലല്ലോ, അത് ബാലേന്ദ്രൻ അറിയില്ലല്ലോ എന്ന് വായിക്കാൻ കേട്ടോ. അപ്പോൾ ബാലേന്ദ്രൻ എല്ലാവരോടും വിളിച്ചു പറഞ്ഞതാണ് തെറ്റ്, അല്ലാണ്ട് വൈജയന്തി ഒളിപ്പിച്ച് വെച്ചതല്ല തെറ്റ് അല്ലേ എന്ന് ചോദിക്കാൻ കേട്ടോ. അപ്പോൾ മുത്തശ്ശിക്ക് മറുപടി ഇല്ല കേട്ടോ. എന്നിട്ട് ഗംഗാധരൻ പോയിട്ട് വന്നിട്ട് വാതിലടച്ച് വരികയാണ് കേട്ടോ. എന്നിട്ട് മുത്തശ്ശിയോട് പറയുന്നുണ്ട്, അമ്മ ഇപ്പോൾ എന്താ തെറ്റായിട്ട് കാണുന്നതെന്ന് ചോദിക്കുകയാണേ. അന്നേരം മുത്തശ്ശി പറയും, എന്നാലും വൈജയനോട് അവൻ പറഞ്ഞല്ലോടാ അവൻ്റെ മോളാണെന്ന്, അത് ഏതെങ്കിലും പെണ്ണുങ്ങൾ സഹിക്കുമോ? അപ്പം അമ്മേ, വൈജ ഒരാളെ കൂടെ കുറച്ച് കാലം ജീവിച്ചതും അവളൊരു കുഞ്ഞിനെ പ്രസവിച്ചതൊക്കെ അമ്മ മറന്നുപോയോ? അതൊക്കെ കഴിഞ്ഞു പോയതല്ലേ, അതൊക്കെ ബാലേന്ദ്രൻ അറിയില്ലല്ലോ മോനെ എന്ന് പറയാൻ കേട്ടോ. എന്ന് ആര് പറഞ്ഞു എന്ന് ചോദിക്കാൻ കേട്ടോ. അപ്പം മുത്തശ്ശിക്കൊന്നും മനസ്സിലാവുന്നില്ല. അമ്മ കാര്യങ്ങൾ ഈ രീതിയിൽ കാണരുതെന്ന് പറയാൻ കേട്ടോ. ഇതെല്ലാം അറിയുന്ന വൈജ മറ്റൊരാളുടെ കൂടെ ജീവിച്ചെന്നും ഒരു കുഞ്ഞിനെ പ്രസവിച്ചെന്നും ഒക്കെ അറിയുന്ന ഒരാളുണ്ട് എന്ന് നോക്കിയാൽ. അറിയുന്ന ആളോ? അതാര്? ബാലേന്ദ്രൻ എന്ന് പറയാൻ കേട്ടോ. പെട്ടെന്ന് മുത്തശ്ശി ആകെ ഞെട്ടിത്തിരിക്കുക. ബാലേന്ദ്രനോ? ഇതെല്ലാം ബാലേന്ദ്രൻ അറിഞ്ഞു വെച്ചുകൊണ്ടാണ് ഇങ്ങനെയൊക്കെ പറഞ്ഞതെന്ന് ഗംഗാധരൻ പറയുകയാണേ. ഇത്രയാണ് ഇന്നത്തെ എപ്പിസോഡിലുള്ളത്. നാളത്തെ പ്രമോയിൽ കാണിച്ചിട്ടുള്ളത് ഹൈരിയും രോഹിത്തും ബബിയും രഞ്ജും കൂടിയിട്ടിരുന്ന് കണ്ടിട്ട് കുറേ കാര്യങ്ങളൊക്കെ തീരുമാനിക്കുകയാണ്. ഒറ്റ രാത്രി കൊണ്ടാണ് കാര്യങ്ങളൊക്കെ മാറി മറിഞ്ഞത്. അപ്പോൾ ഇവരെന്തൊക്കെയോ പ്ലാൻ ചെയ്യുന്നൊക്കെ ഉണ്ട് കേട്ടോ.
പിന്നെ കാണിക്കുന്നത് മാമച്ചനും നമ്മളെ രേവതിക്കുട്ടിയും കൂടിയിട്ട് ടോണിനെ കാണാൻ ചെല്ലാണ് കേട്ടോ. അതായത് ഷെറിൻ്റെ ഹസ്ബൻഡിനെ കാണാൻ ചെല്ലാണ്. ഷെറിൻ്റെ ഹസ്ബൻഡിനെ കാണാൻ ചെന്നിട്ട് അവിടെ നിന്ന് കുറച്ച് ഡീറ്റെയിൽസും കാര്യങ്ങളും ഒക്കെ എടുക്കുകയാണ്. അപ്പോൾ ഷെറിൻ്റെ ഹസ്ബൻഡ് പറയുന്നുണ്ട് കുഞ്ഞിനെ അവർ മാറ്റി എന്നുള്ള കാര്യമൊക്കെ. അപ്പോൾ അത്രയാണ് പ്രമോൾ കാണിച്ചിട്ടുള്ളത്. വീഡിയോ ഇഷ്ടപ്പെട്ട ചാനൽ സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യണം കേട്ടോ.